സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നീതിക്ക് വേണ്ടി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ ഒരു നവവധുവിനുണ്ടായ തിക്താനുഭവം സാമൂഹ്യ മനസാക്ഷിയെ നൊമ്പരിപ്പിച്ചിരിക്കുകയാണ്. മൃഗീയ പീഡനവും വധശ്രമം വരെ നടന്ന സംഭവത്തിൽ വധുവിന്റെ കുടുംബം, മുഖ്യമന്ത്രി, വനിതാ കമ്മീഷൻ, എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയതിൽ പിന്നെയാണ് കുറ്റവാളിയായ ഭർത്താവിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. പോലീസ് തുടക്കം മുതൽ കേസെടുക്കാൻ വിമുഖത കാണിക്കുകയും പെൺകുട്ടിയുടെ പിതാവിനെ ഒത്തുതീർപ്പിന് നിർബന്ധിക്കുകയുമാണ് ഉണ്ടായത്. ഭർത്താവ് പന്തീരാങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിനെതിരെ ഗാർഹിക പീഡന നിയമം, സ്ത്രീധന നിരോധന നിയമം, വധശ്രമം എന്നിവ പ്രകാരമാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീധനമായി കയ്യിലുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയുടെയും രാഹുലിന്റെയും വിവാഹം ഉറപ്പിക്കുന്നത്. 75 പവൻ സ്വർണവും 2.5 ലക്ഷം രൂപയുമാണ് വിവാഹത്തിനായി പെൺകുട്ടിയുടെ വീട്ടുകാർ രാഹുലിന് നൽകുന്നത്. വിവാഹം നടന്നതിൽ പിന്നെ ദിവസങ്ങൾക്കുള്ളിൽ രാഹുലിന്റെയും നിറം മാറി. രാഹുലിന് 150 പവൻ സ്വർണവും കാറും വേണമെന്നായി. ഇതോടെയാണ് പെൺകുട്ടിയെ മൃഗീയമായ മർദ്ദനത്തിന് രാഹുൽ ഇരയാക്കുന്നത്. സംഭവം വിവാദമായതോടെയാണ് പന്തീരാങ്കാവ് പോലീസ് ഫോണിൽ വിളിച്ച് മകളുമായി സ്റ്റേഷനിലെത്താൻ പിതാവിനോട് ആവശ്യപ്പെടുന്നത്. 6 മാസം മുമ്പ് രാഹുൽ യുവതിയെ പെണ്ണുകാണാൻ എത്തിയെങ്കിലും അടുത്ത കാലത്താണ് താല്പര്യം അറിയിച്ചത്. 3 ആഴ്ച മുമ്പ് വിവാഹ നിശ്ചയം നടന്നു. ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായ രാഹുലിന് ലീവ് കുറവായതിനാൽ പെട്ടെന്ന് വിവാഹം നടത്തുകയായിരുന്നു. മൊബൈൽ ഫോണിന്റെ ചാർജിംഗ് കേബിൾ കഴുത്തിൽ ചുറ്റി മുറുക്കി നിന്നെ കൊല്ലുമടി എന്ന് അലറി വിളിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ ഏറ്റവും ഒടുവിലത്തെ വധശ്രമം നടക്കുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടിയെ ബെൽറ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തി കട്ടിലേക്ക് വലിച്ചിട്ട് ബോധരഹിതയാവും വരെ ഇടിച്ചു. ചെവിയുടെ ഭാഗത്തുള്ള അടിയേറ്റ് ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു. കണ്ണു തുറന്നപ്പോൾ പെൺകുട്ടി ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു. രാഹുലും അമ്മയും സഹോദരിയും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. കുളിമുറിയിൽ വീണെന്നാണ് അവർ ആശുപത്രിയിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ 5-ന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടക്കുന്നത്. 11-ന് രാവിലെ അമ്മയും സഹോദരിയും രാഹുലും അടച്ചിട്ട മുറിയിൽ ഏറെ നേരം സംസാരിക്കുകയായിരുന്നെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. അതിനുശേഷമായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. സ്ത്രീധനവും കാറും എവിടെയെന്നായിരുന്നു ചോദ്യം. രാത്രി മദ്യപിച്ചെത്തിയാണ് രാഹുലിന്റെ മർദ്ദനം തുടങ്ങിയതെന്നും കരച്ചിൽ കേട്ടിട്ട് പോലും മറ്റാരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ക്രൂരമായ നിലയിൽ അരങ്ങേറിയ ഒരു സംഭവത്തിൽ പന്തീരാങ്കാവ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം കേരള പോലീസ് തന്നെ അപമാനമുണ്ടാക്കുന്നതാണ്. ഇതെല്ലാം സർവ്വസാധാരണമാണെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നാണ് പെൺകുട്ടി ആരോപിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നതല്ലേ, പറഞ്ഞു തീർക്കാമെന്നായിരുന്നു പരാതിയുമായി ചെന്ന പെൺകുട്ടിയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പോലീസ് എത്ര ലാഘവത്തോടെയാണ് ഇതിനെ കണ്ടതെന്ന് വ്യക്തമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും പോലീസ് സേന അത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. വധശ്രമം നടത്തിയിട്ടും ഭർത്താവിനെതിരെ മർദ്ദനത്തിന് മാത്രം കേസെടുത്ത് അവിടെയും പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി പരാതി നൽകുന്നത്. വിദ്യാഭ്യാസവും നല്ല ജോലിയുമുള്ള യുവാക്കൾ സ്ത്രീധന പ്രേമികൾ, സ്ത്രീധന പീഡകരുമൊക്കെയായി മാറുന്നത് ചെറിയ കുറ്റമായി കാണാവുന്നതല്ല. സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനുമെതിരെ സംസ്ഥാനത്ത് നിയമമുണ്ട്. എന്നാൽ പരസ്യമായി പറയുന്നില്ലെങ്കിലും സ്ത്രീധനം ചിലർക്ക് ഇന്നും വിവാഹങ്ങളിൽ പ്രധാന വിഷയമാണ്. 4 വർഷം മുൻപാണ് കേരളത്തെ ആകെ ഞെട്ടിച്ച ഉത്ര വധക്കേസ് നടക്കുന്നത്. 25-കാരിയായ ഉത്രയെ ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുകയായിരുന്നു. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യ കേസ് കൂടിയാണിത്. സ്ത്രീധനവും സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഉത്രയെ കൊല്ലാൻ പ്രതിയെ പ്രേരിപ്പിക്കുന്നത്. സ്ത്രീധനവും പെൺവീട്ടുകാരുടെ സ്വത്തും സ്വന്തമാക്കി ആർഭാട ജീവിതം നയിക്കാൻ അത്യാഗ്രഹം മൂത്തവർ എന്ത് ക്രൂരതയും കാട്ടുമെന്ന് തേക്കുന്ന സംഭവമാണിത്. 2021 ജൂണിലാണ് കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വിസ്മയയുടെ മരണം നടക്കുന്നത്. കൊല്ലം നിലമേൽ സ്വദേശിയായിരുന്ന BMMS വിദ്യാർത്ഥിനി വിസ്മയ സ്ത്രീധന പീഡനത്തിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഭർത്ത വീട്ടിൽ മരിച്ച നിലയിൽ വിസ്മയ കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ത്രീധന പീഡന ആരോപണം ഉണ്ടാവുന്നത്. സ്ത്രീധനമായി 101 പവൻ സ്വർണവും 1.2 ഏക്കർ സ്ഥലവും കാറും നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ 80 പവൻ നൽകാനേ വിസ്മയുടെ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ എന്നതാണ് വിസ്മയ ഭർത്തൃപീഡനത്തിന് ഇരയാക്കപ്പെടാൻ ഇടയാവുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ അവളുടെ ഭർത്താവ് മകളെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പിതാവ് കോടതിയിൽ മൊഴി നൽകുകയുണ്ടായി. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന പ്രതി ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. നിരോധിക്കപ്പെട്ട സ്ത്രീധനത്തിന് പിന്നാലെ പാഞ്ഞ് നല്ലൊരു ജീവിതം സ്വയം തുലയ്ക്കുകയാണ് ചിലർ.
ആ പട്ടികയിലേക്കാണ് സ്നേഹമില്ലാത്ത സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലനും എത്തിയിരിക്കുന്നത്. അടുക്കള കാണാൻ ചടങ്ങിന് വേണ്ടി യുവതിയുടെ ബന്ധുക്കൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയതോടെയാണ് ഈ മൃഗീയ പീഡന കഥ പുറം ലോകം അറിയുന്നത്. രാഹുലിന്റെ പീഡനത്തിന് ഇരയായ പെൺകുട്ടി കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറായതിനാൽ അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. നമ്മുടെ നാട്ടിൽ ഇനിയും ഉത്രയും വിസ്മയയും ഒന്നും ഉണ്ടാവരുത്, അതിന് അനുവദിക്കരുത്. അതിൽ നിയമം കർശനമായി നടപ്പാക്കണം. സർവ്വസാധാരണം എന്ന് പറഞ്ഞ് പോലീസ് തന്നെ ഇത്തരം സംഭവങ്ങളെ കാണുകയും ഇടയിൽ നിന്ന് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതിനെയും ഒരിക്കലും വെച്ചു പൊറുപ്പിക്കരുത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശക്തമായ നടപടികളാണ് ഉണ്ടാവേണ്ടത്. സ്ത്രീധനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ പന്തീരാങ്കാവ് പോലീസ് ആവരുത്. പോലീസിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പരിവാനത ഇല്ലാതാക്കരുത്. അത് ഒരിക്കലും നഷ്ടമാക്കരുത്.